വാർത്തകൾ തുടരുന്നു. ബിജെപി പ്രവർത്തകനും മുൻ പഞ്ചായത്ത് അംഗവുമായ ആർ രാധാകൃഷ്ണനെ മർദ്ദിച്ച കേസിലെ പ്രതികളിൽ ഒരാളെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിഞ്ഞനം സുജിത്ത് തിയേറ്ററിന് പടിഞ്ഞാറ് വശം കിഴക്കേടത്ത് വിനോദിനെയാണ് മതിലകം SI MK രമേശും സംഘവും അറസ്റ്റ് ചെയ്തത്. കൂട്ടുപ്രതിയായ കരീമിനു വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ക്രിസ്തുമസിന്റെ തലേദിവസം BJPയുടെ പെരിഞ്ഞനം പഞ്ചായത്ത് സെക്രട്ടറിയുടെ വീട്ടിൽ പുൽക്കൂട് ഒരുക്കിയിരുന്നു. പുൽക്കൂട് കേടുവരുത്തിയതിനെ തുടർന്ന് വീട്ടുടമ മതിലകം പോലീസിൽ പരാതി നൽകി. സംഭവം അന്വേഷിക്കാൻ പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ രാധാകൃഷ്ണനും സ്ഥലത്തുണ്ടായിരുന്നു. പോലീസ് മടങ്ങിയതോടെ രാധാകൃഷ്ണൻ സ്വന്തം ബൈക്കിൽ പോകാൻ നിൽക്കവേ രണ്ടംഗ സംഘം ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ നിന്ന് ഓടി തൊട്ടടുത്ത വീട്ടിൽ കയറിയാണ് രാധാകൃഷ്ണൻ രക്ഷപ്പെട്ടത്. വീട്ടിൽ അതിക്രമിച്ചു കയറിയ അക്രമി സംഘം വീടിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർക്കുകയും അക്വേറിയങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച രാവിലെ പെരിഞ്ഞനത്ത് നിന്നാണ് പ്രതികളിൽ ഒരാളെ അറസ്റ്റ് ചെയ്തത്. CPOമാരായ ഉമേഷ്, സന്തോഷ് എന്നിവരും അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു. മേത്തല VP തുരുത്ത് ശ്രീദേവി ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി കാവടി എഴുന്നള്ളിപ്പ് നടന്നു. ശ്രീഭദ്ര വനിതാ കുടുംബസംഘം നടത്തിയ കാവടി എഴുന്നള്ളിപ്പിന് CS സിദ്ധാർത്ഥൻ, വസന്ത ഹരി, റജുല ഷിബു, ലീല സുബ്രഹ്മണ്യൻ, മഹിള ഗോപി, അജിത തമ്പി എന്നിവർ നേതൃത്വം നൽകി. ആർട്ട് ഓഫ് ലിവിംഗ് ചന്ദ്രാപ്പനി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ആർട്ട് എക്സൽ കോഴ്സുകൾ തുടങ്ങി. 4 ദിവസമായി നടക്കുന്ന കോഴ്സിൽ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 48 വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. KR രാജേഷ്, TL വിമൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്ലാസുകൾ നടക്കുന്നത്. ആർട്ട് ഓഫ് ലിവിംഗ് കൊടുങ്ങല്ലൂർ താലൂക്ക് പ്രസിഡന്റ് PC രവി, ശശി തുരുത്തി, സലിൽ കൊല്ലാറ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണ നിലവാരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നറ ജ്വല്ലേഴ്സ് 3 പീടിക. സ്വർണം ഗ്രാമിന് 2525 രൂപ, പവന് 20,200 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. NREG വർക്കേഴ്സ് യൂണിയൻ എടത്തിരുത്തി പഞ്ചായത്ത് കൺവെൻഷൻ KC കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്നു. പെരിഞ്ഞനം പന്തൽക്കടവിൽ വേലിയേറ്റത്തെ തുടർന്ന് വള്ളവും വലയും നശിച്ചു. BJP പ്രവർത്തകനും മുൻ പഞ്ചായത്ത് അംഗവുമായിരുന്ന ആർ രാധാകൃഷ്ണനെ മർദ്ദിച്ച കേസിലെ പ്രതികളിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.